ഒരു 5 വയസ്സുകാരൻ്റെ അടങ്ങാത്ത പക അതാണിന്ന് സൽമാൻ ഖാനെ നിരന്തരം പേടിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് സൽമാൻ ഖാന്റെ മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ വെടിവെപ്പ് ഉണ്ടാവുന്നത്. അക്രമി സംഘം ബൈക്കിലെത്തി 3 റൗണ്ടോളം വെടിവെക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ സൽമാൻ ഖാൻ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 2 ദശാബ്ദക്കാലത്തിലേറെയായി സൽമാൻ ഖാനെ വധഭീഷണികൾ വിടാതെ പിന്തുടരുകയാണ്. 98-ലാണ് സൽമാൻ ഖാൻ ഉൾപ്പെടുന്ന കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസ് പുറത്തു വരുന്നത്. ഹം സാത്ത് സാത്ത് ഹേ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജോധ്പൂരിലായിരുന്നു സംഭവം. ബിഷ്ണോയ് വംശത്തിലെ വിശുദ്ധ മൃഗമായാണ് കാലഹിരൺ എന്നറിയപ്പെടുന്ന കൃഷ്ണമൃഗത്തെ കണക്കാക്കുന്നത്. ഇതിനെ വേട്ടയാടിയെന്നാണ് സൽമാൻ ഖാനെതിരെ ഉയർന്ന കുറ്റം. അന്ന് ലോറൻസ് ബിഷ്ണോയ് ഒരു 5 വയസ്സുകാരൻ മാത്രമായിരുന്നു. സൽമാൻ ഖാൻ തങ്ങളുടെ വിശുദ്ധ മൃഗത്തെ വേട്ടയാടിയെന്ന് അറിഞ്ഞ് അവനിൽ പക നിറഞ്ഞു. അന്നു മുതൽ ഇന്നോളം അവൻ സൽമാൻ ഖാനെ നിരന്തരം പിന്തുടരുകയാണ്. പിന്നീട് പല ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ട് ലോറൻസ് പലതവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ തീഹാർ ജയിലിലാണെങ്കിലും അയാൾക്ക് പുറത്തു നല്ല സ്വാധീനമുണ്ട്. ലോറൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പ് എന്നാണ് റിപ്പോർട്ടുകൾ. ഗുജറാത്തിലേക്ക് കടന്ന പ്രതികളെ ഇതിനോടകം പോലീസ് പിടിച്ചിട്ടുണ്ട്. ബിഷ്ണോയ് സംഘത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിസങ്കേതങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ലോറൻസിന്റെ സഹോദരൻ അൻമോൽ ബിഷ്ണോയ് ഏറ്റെടുത്തിട്ടുണ്ട്. കാനഡയിൽ ഒളിവിൽ കഴിയുന്നയാൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരിച്ചത്. ഇത് ട്രെയിലർ ആണെന്നായിരുന്നു കുറിപ്പിന്റെ ഉള്ളടക്കം. നിരവധി തവണയാണ് ലോറൻസും കുടുംബവും സൽമാന് വധഭീഷണി ഉയർത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-ന് സൽമാൻ കൊല്ലപ്പെടുമെന്ന സന്ദേശം നേരിട്ട് മുംബൈ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയിരുന്നു. പോലീസിനെ ബിഷ്ണോയ് സംഘം വകവയ്ക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതേസമയം കേസിൽ ഉൾപ്പെട്ട മറ്റു താരങ്ങൾക്കൊന്നും ഇത്തരത്തിൽ വധഭീഷണികളില്ല. സൽമാനൊപ്പം ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലി ഖാൻ, സൊനാലി ബാന്ദ്ര, തബു, നീലം ക്വാത്താരി എന്നിവരും വേട്ടയാടൽ സംഘത്തിലുണ്ടായിരുന്നു. എന്നാൽ ബിഷ്ണോയ് വംശത്തിന്റെ വെറുപ്പ് മുഴുവൻ സൽമാനെതിരെയാണ്. തങ്ങളുടെ ഗുരുവായ ജംബോജിയുടെ പുനർജന്മമാണ് കൃഷ്ണമൃഗം എന്നാണ് ബിഷ്ണോയുടെ വാദം. തങ്ങളുടെ പുണ്യമൃഗത്തെ വേട്ടയാടിയത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ മനുഷ്യനെ വേട്ടയാടുന്നത് മൃഗത്തിന്റെ പേരിലാണെന്നാണ് വിരോധാഭാസം. സൽമാൻ 2018-ൽ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചിരുന്നെങ്കിലും ലോറൻസ് ഇതിലൊന്നും തൃപ്തിപ്പെട്ടില്ല. അദ്ദേഹം നിരന്തരം ഷൂട്ടർമാരെ അയച്ച് സൽമാനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയെ കൊലപ്പെടുത്തിയതുപോലെ കൊല്ലുമെന്നാണ് ഭീഷണികൾ. നിലവിൽ പോലീസ് സുരക്ഷയിൽ ബുള്ളറ്റ് പ്രൂഫ് കാറിലും ബോഡി ഗാർഡ്സിനൊപ്പവുമാണ് സൽമാന്റെ യാത്ര.